നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാവം ആകെ അങ്ങ് തലകറങ്ങുന്ന അവസ്ഥയായി അല്ലേ? സാരമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മേഘനാഥൻ ഇരിക്ക്, നമുക്ക് നേർക്ക് നേരെ സംസാരിക്കാം. തൊട്ടുപോകരുത്. തൊടുക മാത്രമല്ല, നഖങ്ങൾ കുത്തിയിറക്കി നിന്റെ കുടൽമാല പുറത്തെടുക്കാൻ കൂടിയാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? അമ്പലത്തിൽ മഹാരുദ്ര യജ്ഞം നടത്തിയാൽ എന്റെ ആത്മശക്തിയെ കീഴടക്കാമെന്നോ? എങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. വ്യാമോഹം മാത്രം. വ്യാമോഹമല്ല, യാഥാർത്ഥ്യം. വെറുതെ ഇരുളിൽ വന്നു നിന്ന വീരവാദം പറയാനല്ലാതെ നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ഒന്നും. അഥവാ എന്തെങ്കിലും ചെയ്യാനാകുമായിരുന്നെങ്കിൽ ഈ കാലമത്രയും ഈ മേഘനാഥൻ സർവപ്രതാപിയായി നിന്റെ ആ തറവാട്ടിൽ വാഴുമായിരുന്നില്ല. നീ വെറുമൊരു പുകയാ, ശൂന്യ. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ഒന്നും. ഈ ഒരു നിമിഷം മതി നിങ്ങൾ പുകയെന്നു പരിഹസിച്ച എനിക്ക് നിങ്ങളുടെ പ്രാണനെടുക്കാൻ. പക്ഷേ ഉടനെ ഞാനത് ചെയ്യില്ല. ഇപ്പോ ആത്മാവാണെങ്കിലും ജീവിച്ചിരുന്ന നാളുകളിൽ നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നു എന്നതിന്റെ സൗജന്യം മാത്രം. പക്ഷേ നിങ്ങൾ എന്റെ അനിയത്തിമാരിൽ ആരുടെയെങ്കിലും ദേഹത്തൊരു മണ്ണ് നുള്ളിയിട്ടാൽ അന്ന് സുഭദ്ര ഈ സൗജന്യം അങ്ങ് പിൻവലിക്കും. പിന്നെ നിങ്ങൾ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. മേഘനാഥൻ എന്നത് മനുഷ്യന് പകരം ഒരു ബലിക്കാക്കയായി പറന്നു നടക്കുമെന്നർത്ഥം. അവസാനിപ്പിക്ക. നീ നെറ്റിയിലായാലും നെഞ്ചിലായാലും വാൾമുന കേറുന്നതിന് ഒരേ വേദനയാ. ഈ ശരീരത്തിൽ ഒരൽപ്പമെങ്കിലും ജീവൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അനുജത്തിമാരെ കൊന്നു തള്ളുവെന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ട് വേണം എനിക്കെന്റെ സ്വന്തം രക്തത്തെ തിരിച്ചു കൊണ്ടുവരാൻ. എനിക്കെന്റെ മകൻ കാശിനാഥനെ തിരിച്ചു വേണം. അതിനു വേണ്ടി കൊല്ലും ഞാൻ നിന്റെ പെങ്ങന്മാരെ. എന്തു പറഞ്ഞിടാ നീ? അയ്യോ, മേഘനാഥ മോനെ. സാറേ, എന്തു പറ്റി മേഘ? എന്തു പറ്റി സാറേ? എന്തു പറ്റി മോനെ? സാറേ എണീക്ക് സാറേ. മേഘ, എന്നെ കുത്തിക്കൊന്നു. ഞാൻ മരിച്ചു. കണ്ടോ ചോര? കണ്ടോ ചോര? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.